കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായിട്ടുള്ള ഫാദർ ഫിലിപ്പ് കവീലച്ചനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അച്ഛാ, സമ്മേളനം 107-ാം ജന്മദിന സമ്മേളനം വളരെ വിപുലമായിട്ടാണ് പാലക്കാട് നടക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് എന്താണ്? കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായി അഭൂതപൂർവമായ വളർച്ച നേടിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും കത്തോലിക്കർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി വലിയ ആവേശത്തോടെ ഈ സമുദായത്തിന് വേണ്ടി നിലനിൽക്കുകയാണ്. 44 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നിരിക്കുകയാണ്. ഓരോ യൂണിറ്റിലും വളരെ കൃത്യമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സമുദായ ബോധത്തോടെ ഈ സമുദായത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് വരുന്നത് വളരെ ശുഭോദർക്കമായ കാര്യമാണ്. ഈ സമുദായത്തിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഒരു മനസ്സോടെ പ്രവർത്തിക്കുവാനുള്ള ആ താല്പര്യം എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുകയാണ്. അഭ്യുന്ന പിതാക്കന്മാരോട് ചേർന്ന്, കത്തോലിക്ക സഭയോട് ചേർന്ന് ഈ സഭയിലെ അൽമായ നേതാക്കൾ ഒരുമിച്ച് ഇവിടെ വരുമ്പോൾ അത് വലിയൊരു ആവേശമാണ്. വരാൻ പോകുന്ന ദിനങ്ങളിൽ രാഷ്ട്രീയ ശക്തിയായി വളരുവാൻ പോരുന്ന ഒരു സമ്മേളനമാണിത്. രാഷ്ട്രീയ പാർട്ടി എന്നല്ല ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ ശക്തി. അതായത് ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ കേരളത്തിലെ ഒരു പാർട്ടിക്കും അവഗണിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കത്തോലിക്ക സമുദായം ഒറ്റക്കെട്ടായി നിൽക്കും. ഈ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവരെ ഈ സമുദായവും പരിഗണിക്കും. ഈ സമുദായത്തിന് അനാവശ്യമായ ഒരു അവകാശവാദങ്ങളുമില്ല. അർഹതപ്പെട്ട ഈ സമുദായത്തിന് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഞങ്ങൾ തയ്യാറാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രകടമായി തുടങ്ങി. പ്രശസ്തമായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പോലും കത്തോലിക്ക സമുദായത്തെ പരിഗണിക്കുന്നത് പല തലങ്ങളിൽ നമുക്ക് മനസ്സിലായി. ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പോലും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആവശ്യങ്ങളോട് ഋണാത്മകമായി പ്രതികരിച്ചത് നമുക്ക് ശുഭോദർക്കമാണ്. അങ്ങനെ സമസ്ത മേഖലയിലും കത്തോലിക്ക കോൺഗ്രസ് വളർന്നു വരുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് തന്നെ വളരെ നിർണായകമായ സംഭാവനകൾ നൽകുവാൻ തക്കവിധമുള്ള ഒരു വളർച്ചയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഈ നാട്ടിലെ പൊതുസമൂഹത്തിൽ മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കാത്തത്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് എന്നും ഈ സമൂഹത്തിലുണ്ടാകും. വളരെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നടന്ന വന്യമൃഗ ആക്രമണങ്ങളെക്കുറിച്ച് കത്തോലിക്ക കോൺഗ്രസ്സാണ് ഇവിടെ ഇത്ര ശക്തമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഗവൺമെൻറ്റുകളോട് എണ്ണി ഇവിടുത്തെ ജീവനുകൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടത്, നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്ര വലിയ അത്യാഹിതങ്ങൾ കേരളത്തിലുടനീളം സംഭവിക്കുമായിരുന്നില്ല. ഇനിയെങ്കിലും ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. വന്യജീവി ആക്രമണത്തിൽ നിന്ന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ഇപ്പോൾ പാർട്ടികൾ പറഞ്ഞു തുടങ്ങി. ഞങ്ങളാണിത് ആദ്യം തുടങ്ങിയത്. അതിനുശേഷമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. ഇപ്പോൾ ഗവൺമെൻറ് പോലും പറയാൻ തുടങ്ങി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അലംഭാവമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് അരാജകത്വമല്ലേ? അതിനൊക്കെ അറുതി വരണം. ഇവിടെ ജനങ്ങളുടെ ജീവന്, സ്വത്തിന് സംരക്ഷണം ലഭിക്കണം. ഇവിടെ നമുക്ക് സമാധാനപൂർണ്ണമായ സംരക്ഷിതമായൊരു ജീവിതം നയിക്കണം. അതിനുവേണ്ടി കത്തോലിക്ക കോൺഗ്രസ് ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. ഇന്നും നാളെയും നടക്കുന്ന പ്രതിനിധി സമ്മേളനം, അതുപോലെ മഹാസമ്മേളനം അഭിനന്ദമാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ, അഭിനന്ദമാർ പീറ്റർ പിതാവ് അതിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസ് വളർച്ചയുടെ പാതയിലാണ്. ഇനിയും ഈ വളർച്ച തുടരും. ജയ് കത്തോലിക്ക കോൺഗ്രസ്. ഈ സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളോ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ അങ്ങനെയെല്ലാം പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും വരാൻ പോകുന്ന രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് പ്രഖ്യാപിക്കും. അത് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ കടമയാണ്. ഞാനതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് നമുക്കൊരു സസ്പെൻസ് ആയിരിക്കട്ടെ. കത്തോലിക്ക കോൺഗ്രസ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിർണായകമായ രാഷ്ട്രീയ ശക്തിയായിട്ട് വളർന്നിട്ടുണ്ട്. ആർക്കും ഈ സമുദായ ശക്തിയെ അവഗണിക്കാൻ സാധിക്കുകയില്ല. ഭരണതലത്തിലും അതുപോലെ രാഷ്ട്രീയ തലത്തിലൊക്കെ ഉണ്ടായ ഈ അവഗണനയാണോ എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്താൻ ഇടയാക്കിയത്? ക്രൈസ്തവർ പൊതുവെ സമാധാന പ്രേമികളാണ്. ആരവഗണിച്ചാലും കരയാറില്ല സാധാരണ. പക്ഷേ അനേക വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന അവഗണനകൾക്കെതിരെ ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ, അതിനെതിരെ നിലപാടെടുത്തില്ലെങ്കിൽ ഈ സമുദായം തന്നെ ഇവിടെ ഇല്ലാതായി പോകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സമുദായത്തിലെ ഓരോ അംഗത്തിൻ്റെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഇവിടുത്തെ രാഷ്ട്രീയ തിരശ്ശീലയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കടന്ന്
പൊതുസമൂഹത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തും എന്നതിന് യാതൊരു തർക്കവും വേണ്ട. നമ്മൾ ഈ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വർഗീയത പറയുന്നു എന്നുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ. വർഗീയതയല്ല ഞങ്ങൾ പറയുന്നത്, സമുദായ ബോധം എന്ന് പറയുന്ന വർഗീയതയല്ല. വർഗീയത എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു മതം മാത്രം എന്ന് പറയുന്നതാണ് വർഗീയത. ഞങ്ങൾ അതിൻ്റെ വക്താക്കളല്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കിവിടെ ജീവിക്കണം, നിങ്ങൾക്കും ജീവിക്കാം. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം. അത് ലഭിച്ചില്ലെങ്കിൽ അതിന് ചോദ്യം ചെയ്യുവാൻ മാത്രം ശക്തരായിട്ട് കത്തോലിക്ക സമുദായം ഇന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. സമൂഹത്തിലെ എല്ലാ തലത്തിലും അപ്പോൾ അതിന് മറുപടി എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ തലത്തിലും ക്രൈസ്തവ വിഭാഗം മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. അതൊരു മിഥ്യാധാരണയാണ്. പഴയ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇന്ന് നിങ്ങൾ വിവിധ തലങ്ങളിൽ നോക്കൂ, കത്തോലിക്കരായിട്ടുള്ള ആളുകൾ വളരെ കുറവായിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രീയ നേതാക്കളിൽ എത്ര കത്തോലിക്കരായിട്ടുള്ളവരുണ്ട്? കൃത്യമായൊരു കണക്ക് നിശ്ചിതമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ആ പ്രസ്താവന ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിനൊക്കെ ഞങ്ങൾ പരിഹാരം കാണും. ഇനി കത്തോലിക്ക സമുദായത്തിലുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനുവേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഈ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതിനുള്ളൊരു സമയം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത്. ലോക്കൽ ബോഡി പിന്നെ നിയമസഭ. അതിന് സമയമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള ഹോംവർക്ക് ഇതിനകം ചെയ്തു കഴിഞ്ഞു. ആരും മിഥ്യാബോധം കൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ട. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ പ്ലാനുകളോടെ വരും തിരഞ്ഞെടുപ്പുകളെ ഞങ്ങൾ നേരിടും. ഞങ്ങളെ അവഗണിക്കുന്നവർ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് മുന്നറിയിപ്പ് തരാനുള്ളത്. അതിങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടായിരിക്കുമോ അത് ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ആ രംഗത്ത് വരിക? അത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്. അത് വരുമ്പോൾ കാണാം.